ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിവന്യ ജോസഫ് മാർ ബർന്നബാസ് സഫ്ഗൻ മെത്രാപ്പോലീത്ത തിരുമേനി, കോൺഫറൻസിൻ്റെ പ്രസിഡന്റ് അഭിവന്യനായ ഐസക് മാർ ഫെലിക്സിനോസ് തിരുമേനി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന തിമത്തിയോസ് തിരുമേനി, മക്കറേസ് തിരുമേനി, അപ്രേം തിരുമേനി, ഈ കോൺഫറൻസിൻ്റെ നേതൃത്വം വഹിക്കുന്ന വന്യരായ വൈദികർ, കോൺഫറൻസ് പ്രസിഡന്റ് സാറ്, അതുപോലെ മറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി മാത്യു അച്ഛൻ, ഇവിടെ വന്നിരിക്കുന്ന ജെൻസി കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ ഒരു വലിയ ദൗത്യത്തിനായി അഭിവന്യ ഫെലിക്സിനോസ് തിരുമേനിയുടെ സെക്രട്ടറി, എൻ്റെ സുഹൃത്ത് ബിജു ചെറിയാനച്ഛൻ എന്നെ വിളിച്ചപ്പോൾ അച്ഛൻ എന്നെ വെറുതെ കബളിപ്പിക്കാൻ വിളിക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞങ്ങൾ ഒരുമിച്ച് പട്ടം കിട്ടിയവരാണ്, ഒരുമിച്ച് പഠിച്ചവരാണ്, ഒരുമിച്ച് 10-20 വർഷം മുൻപ് യൂത്ത് ചാപ്ലൈൻസായി വർക്ക് ചെയ്തവരാണ്. അപ്പോൾ ആ സ്നേഹത്തിൽ വെറുതെയൊക്കെ പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നീടാണ് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് മനസ്സിലായത്. കുതിരി മാറാൻ ശ്രമിച്ചെങ്കിലും അത് സാധിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഓർമ്മകൾ കുറച്ച് പിറകിലേക്ക് പോകുന്നുണ്ട്. 1995 ഇവിടുത്തെ സ്റ്റുഡൻസ് കോൺഫറൻസിൽ, അന്ന് സെമിനാരിയിലെ ആദ്യ വർഷ വിദ്യാർത്ഥിയായി വന്ന് സംബന്ധിച്ചതാണ്. അപ്പോൾ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, സെമിനാരിയിലേക്ക് പോകാൻ ആവേശം കൊണ്ടിരുന്ന ചിലരൊക്കെ പുറകിലിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട മൂത്തി വർക്കേച്ചനൊക്കെയാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് അന്ന് ഞങ്ങളൊരു ഗംഭീരമായ ടാലൻറ്റ് നൈറ്റൊക്കെ നടത്തിയായിരുന്നു. അത് വിശദമായിട്ട് അറിയണമെങ്കിൽ മോത്തിയച്ഛനോട് ചോദിച്ചാൽ മതി എന്തായിരുന്നു ആ ടാലൻറ്റ് നൈറ്റ് എന്നൊക്കെ. അപ്പോൾ ആ ഒരു വലിയ അനുഭവത്തിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ബിജുവച്ചനും ഞാനും ഒക്കെ 20 വർഷം മുൻപ്, when we were chaplains in different areas of North American diocese, the youth were called as the coconut generation. ഒരുപക്ഷെ തേങ്ങ ജനറേഷനാണ്. ഇന്ന് ജെൻസി ജനറേഷനെ നിങ്ങളെ എന്താണ് അഭിസംബോധന ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാഴ 2 ജനറേഷൻ ആയിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ വളരെ പഴയവരാണ് എന്ന് നിങ്ങൾക്കറിയാം. എനിക്കൊന്നു തിരുമേനി ആകെ വിചാരിച്ചത് 1995 വിദ്യാർത്ഥിയായിരുന്ന, ഇന്നും പഠിച്ചു തീരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഈ ജോലി ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മാത്രമാണ് എന്നെ കിട്ടിയത്. ഇപ്പോഴും 55-ാം വയസ്സിലും എൻ്റെ പഠനം പൂർത്തീകരിച്ചിട്ടില്ല. ആ ഒരു വലിയ സന്തോഷമുണ്ട്. സോ വി ആർ ഓൾ ടുഗെദർ, വി ആർ ഓൾ സ്റ്റുഡൻസ്, സോ ഷെയറിങ് ദാറ്റ് ഗ്രേറ്റ് ജോയ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, വചനത്തിൻ്റെ ധന്യമായ അനുഭവങ്ങളിലേക്ക് നീ ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന ദൈവമാകുന്നുവല്ലോ. Lord, you are the one who enlivens us. You are the one who provides new directions and new imaginations as we navigate this world, which seems to be very confusing. Thank you, Lord, for being the Christ. Thank you, Lord, for being the hope. Thank you, Lord, for providing us with resilient hope, even as we gather together and try to meditate upon your word. We pray that your presence and your guidance will be with us and strengthen us in our journey. In Jesus' most precious name we now pray. Amen. എല്ലാവരും ഉറക്കെ ഒരു ആമേൻ പറയാമോ? നിങ്ങൾ എത്ര പേര് ഉണർന്നിരിക്കുന്നു എന്നറിയാൻ വേണ്ടിയായിരുന്നു. താങ്ക് യു. ഇന്ന് എന്നോടൊപ്പം ഈ ഒരു വലിയ ശുശ്രൂഷയുടെ പ്രധാന പങ്ക് വഹിക്കുന്ന ബൈബിൾ സ്റ്റഡി മെയിൻ ടോക്ക് ലീഡർ അബു ചെറിയാനച്ഛനോടും സജീവ് അച്ഛനെയും എനിക്ക് വലിയ കടപ്പാടുണ്ട്. ഈ കോൺഫറൻസിൻ്റെ എല്ലാ ചുമതലക്കാരെയും, ഈ ഒരു സ്കൂൾ ഇത്രയും ഭംഗിയായി ക്രമീകരിച്ച എല്ലാവർക്കും ദൈവത്തിന് നന്ദി ഞാൻ അർപ്പിക്കുകയും ചെയ്യുന്നു. നമ്മളിന്ന് 3 വാക്കുകൾ ജെൻസി എന്നതിനെ ഒന്ന് റീഇൻവെൻറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ഈ ദിവസങ്ങൾ നമ്മൾ നടത്തുന്നത്. അപ്പോൾ എന്താണ്, വാട്ട് ഈസ് ജെൻസി? അതിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ, ഗ്രൗണ്ടഡ്, എക്വിപ്ഡ്, നെറ്റ്വർക്ക് എന്ന 3 കീ വേർഡ്സ്
ഈ ഇന്നലെ ഉള്ള പ്രസംഗങ്ങളിൽ എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനോഹരമായി സുവനീറിൽ എഴുതിയ ലേഖനങ്ങളിൽ അതെല്ലാം ഭംഗിയായി വിവരിക്കുന്നുണ്ട്. ഇന്ന് ഈ വേദഭാഗത്തിന് പഠനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തലക്കെട്ട് റെസിലിയൻറ്റ് ജനറേഷൻ ഇൻ ക്രൈസ്റ്റ് എന്നാണ്. ഇന്ന് നമ്മൾ ഒരു വലിയ പ്രശ്നങ്ങളിലാണ് എന്ന് പറയുന്നില്ലെങ്കിലും യഥാർത്ഥമായി ജെൻ സി, ഇഫ് വി ഹാവ് ടു ബിക്കം ജെൻ സി, it requires that we become a generation that is resilient, not be submerged in the flood waters of what is happening around us, what is happening within us. So in spite of within this disruptions, we need to be resilient. ആ ഒരു അർത്ഥത്തിൽ നമുക്ക് അല്പസമയം ഈ വേദപഠനത്തിലേക്ക് തിരിയാം. No, we are surviving, we need to survive in the midst of chaos. Because when the world clamors for attention, when the self is being defined as per the image-centric world, the need for resilience and for authentic existence is most needed. അതാണ് ഈ ഒരു വേദപഠനത്തിലൂടെ നാം മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാനായിട്ട് ആഗ്രഹിക്കുന്നത്. So I want you all to journey with me, along with me, as we engage with this word. നിങ്ങളുടെ കയ്യിൽ ഒരു പക്ഷേ വേദപുസ്തകം ഉണ്ടെങ്കിൽ അത് ഫോണിലോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ് ഈ പഠനത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ അതിൻ്റെ ആദ്യ ഭാഗം മാത്രം 12 വാക്യങ്ങൾ മാത്രം ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിക്കണം. മൈക്ക് ആർക്കെങ്കിലും കൊടുക്കാമോ? either in English or in Malayalam. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായ പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളയിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി. ചേറ് അവൻ്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്ന് അർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. അയൽക്കാരും അവനെ മുമ്പേ ഇരിക്കുന്നവനായി കണ്ടവരും, ഇവനല്ലയോ ഇവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ എന്ന് പറഞ്ഞു. അവൻ തന്നെ എന്ന് ചിലരും, അല്ല അവനെപ്പോലെയുള്ളവൻ എന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. അവർ അവനോട്, നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചതിന് അവൻ, യേശു എന്ന പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി, ശീലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ച് എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എവിടെയെന്ന് അവർ അവനോട് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പറഞ്ഞു. താങ്ക് യു. നമ്മൾ ഈ ഒരു വേദഭാഗം എല്ലാവർക്കും പരിചിതമാണ്. ഈ വേദഭാഗത്തിൽ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാവുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്, യേശു ഒരു കാഴ്ചയില്ലാത്ത മനുഷ്യനെ സൗഖ്യമാക്കി എന്നുള്ളതാണ്. ഈ മനുഷ്യൻ ഒരുപക്ഷേ പിറവി മുതൽ അല്ലെങ്കിൽ ജന്മന അന്ധനായ ഒരു മനുഷ്യനാണ്. എന്നാൽ ആ കാഴ്ച നൽകുന്ന, നമുക്ക് ഒരുപക്ഷേ സുവിശേഷങ്ങളിൽ ഒട്ടനവധി അത്ഭുത പ്രവർത്തികൾ, സൗഖ്യങ്ങളൊക്കെ കർത്താവ് നൽകുന്നുണ്ട്. എന്നാൽ ആ ഒരു സൗഖ്യത്തിൻ്റെ ഇവൻറ്റിനപ്പുറമായി ആ സൗഖ്യത്തെ പറ്റിയുള്ള ഒരു വലിയ ചർച്ച ഇവിടെ സംഭവിക്കുകയാണ്. അഭിനയ മക്കാരിയോസ് തിരുമേനി എന്നെ നോക്കുന്നുണ്ട്. തിരുമേനിയുടെ ന്യൂ ടെസ്റ്റ്മെന്റ് ക്ലാസ്സിലൊക്കെ ഞാൻ ഇരുന്നതാണ്. തിരുമേനി ജോൺസ് ഗോസ്പൽ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. അപ്പോൾ തിരുമേനി ക്ഷമിക്കണേ ഞാൻ പറയുന്ന അബദ്ധങ്ങൾ. അപ്പോൾ ആ ഒരു വലിയ
അങ്ങനെ അനുഗ്രഹീതരായ ഗുരുഭൂതന്മാരുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് ഇന്ന് ദൈവവചനം പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രത്യേകത 2 വാക്യങ്ങളിൽ സംഭവിച്ച ഒരു സംഭവത്തെ പറ്റി 39 വാക്യങ്ങൾ ചർച്ച നടക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും അതിൽ വലിയ കാര്യമില്ലല്ലോ, കാര്യം നമ്മൾ പലപ്പോഴും ചെറിയ കാര്യങ്ങളെ പറ്റിയാണല്ലോ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ആ ചർച്ചയിലൂടെയാണ് എന്താണ് യേശു കർത്താവ് ഒരു അന്ധനായ മനുഷ്യന് സൗഖ്യം നൽകുമ്പോൾ അതിൽ അന്തർലീനമായിരിക്കുന്ന ചില അനുഭവത്തിൻ്റെ ചില ലേയേഴ്സ് കണ്ടെത്തുകയാണ്. അതാണ് ഇന്ന് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വേദപഠനത്തിലൂടെ നമ്മൾ നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ 41 വാക്യങ്ങളുടെ ഒരു പ്രോഗ്രഷൻ വളരെ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി, അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ തന്നെ നോക്കി ഇരിക്കണമെന്നില്ല, ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള വേദപുസ്തകത്തിലേക്ക് പെട്ടെന്ന് മറിച്ച് നോക്കാം. സമയം സേവ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ ആ ഒരു പ്രോഗ്രഷൻ പറയുകയാണ്. ഒന്നാമത്തെ 8 ഘട്ടങ്ങളായിട്ടാണിത് ഈ ഒരു സംഭവം മുന്നേറുന്നത്. ഒന്നാമതായിട്ട് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവും ശിഷ്യന്മാരും തമ്മിലുള്ള ഒരു ഇടപെടലാണ്. പിന്നീട് 6ഉം 7ഉം വാക്യങ്ങളിലാണ് കർത്താവ് ആ അന്ധനായ മനുഷ്യനെ സൗഖ്യമാക്കുന്നത്, ജീസസ് ആൻഡ് ദ പേഴ്സൺ ബോൺ ബ്ലൈൻഡ്. 8 മുതൽ 12 വരെ ആ മനുഷ്യനും അവൻ്റെ അയൽവക്കക്കാരും ചുറ്റുമുള്ളവരുമായി അറിയാവുന്നവരും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. പിന്നീട് സംഭവിക്കുന്ന 13 മുതൽ 17 വരെ പരീശന്മാർ ഈ സൗഖ്യത്തെപ്പറ്റി അന്വേഷിക്കാൻ ഒരു വിചാരണ ആരംഭിക്കുകയാണ്. 1ാം വിചാരണയാണത്. പിന്നീട് സൗഖ്യമായ മനുഷ്യൻ്റെ മാതാപിതാക്കളെ അവർ വിളിച്ചു വരുത്തുന്നു. 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമ്മളത് കാണുന്നു. അവരെ വിചാരണ ചെയ്യുന്നു. പിന്നീട് ഈ സൗഖ്യമായ മനുഷ്യനെ വീണ്ടും വിളിച്ചു വരുന്നു. 24 മുതൽ 34 വരെ 2ാം വിചാരണ, അല്ലെങ്കിൽ സൗഖ്യമായവൻ്റെ 2ാം വിചാരണ പരീശന്മാരുടെ 3ാം വിചാരണയാണ്. അടുത്തതായി യേശു, ഇതുവരെയും നമുക്കറിയാം യേശു ആദ്യത്തെ 7ാം വാക്യത്തിൽ യേശുവിനെ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് യേശുവിടെ അസാന്നിധ്യമാണ് പ്രകടമായി വരുന്നത്. 35ാം വാക്യത്തിലാണ് ആ യേശു തിരികെ വരുന്നത്, 35 മുതൽ 39 വരെ. പിന്നീട് 39 മുതൽ 41 വരെ വീണ്ടും പരീശന്മാരുമായുള്ള സംഭാഷണമാണ്. ഒരുപക്ഷെ നമ്മളെല്ലാവരും സൺഡേ സ്കൂൾ പഠിച്ചവരാണ്, മിക്കവാറും പേരും. നമ്മൾ വേദപുസ്തകം വായിക്കുന്നവരാണ്, ബൈബിൾ സ്റ്റഡീസ് കേൾക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് ഈ ബൈബിൾ സ്റ്റഡി എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വേദഭാഗത്തിന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരർത്ഥമുണ്ട്. പക്ഷേ ഒരു വേദഭാഗത്തിന് അതിനപ്പുറം അർത്ഥങ്ങൾ ഉണ്ട് എന്ന് ദൈവവചനം നമ്മോട് പറയുകയാണ്. യേശുവിനോട് ഒരു ന്യായശാസ്ത്രി വന്ന് ചോദിച്ചു, എൻ്റെ അയൽക്കാരൻ ആര് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിത്യജീവൻ എങ്ങനെ പ്രാപിക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനുത്തരം പറയുമ്പോൾ എൻ്റെ അയൽക്കാരൻ ആര് എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കുന്നു. അപ്പോഴാണ് നല്ല ശമരിയക്കാരൻ എന്ന് പറയുന്ന ആ കഥ കർത്താവ് പറയുന്നത്. പക്ഷേ അത് പറയുന്നതിന് തൊട്ട് മുൻപ് ഒരു ചെറിയ ചോദ്യം കർത്താവ് ആ ന്യായശാസ്ത്രിയോട് ചോദിക്കും. എന്താണെന്നറിയാമോ? നീ എങ്ങനെ വായിക്കുന്നു? ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എങ്ങനെ വായിക്കുന്നു? അപ്പോൾ ഈ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്, വാട്ട് ഈസ് റിട്ടൺ ഇൻ ദ ലോ. അപ്പോൾ ദാറ്റ് ഈസ് ഓൾവേസ് ഫിക്സ്ഡ്. നമുക്കറിയാമല്ലോ, ലീഗൽ കാര്യങ്ങളിൽ നിയമങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന് മാറ്റമില്ല. പക്ഷേ മാറ്റമില്ലാത്ത നിയമത്തിനെ ഹൗ ഡു യു റീഡ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇൻറ്റർപ്രിട്ടേഷൻ, അവിടെ നമുക്കറിയാവുന്ന ഒരു കാര്യം ഇതിൽ എല്ലായിടത്തും ഒരേ രീതിയിൽ ഒരേ സത്യമെന്ന് പറയുന്നതല്ല. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ജെൻ സി, മേ ബി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി, in the context of your personal communities and relationships, there might be something different. There might be something that is distinct that would speak to you. അതിലേക്കുള്ള കണ്ടെത്തലാണ് നാം മുൻപോട്ട് പോകേണ്ടത്. അപ്പോൾ ഇവിടെ 5 വാക്കുകൾ അല്ലെങ്കിൽ 5 ചെറിയ കാര്യങ്ങളാണ് ഈ വേദഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് 3ഉം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് 6ൽ ആരംഭിക്കുന്ന 5 വാക്കുകൾ. ഒന്നാമത്തെ വാക്കാണ് റെസ്പോണ്ടിങ് ടു ഹ്യൂമൻ വൾനറബിലിറ്റി ത്രൂ ആൻ earthly touch. റെസ്പോണ്ടിങ് ടു ഹ്യൂമൻ വൾനറബിലിറ്റി ത്രൂ ആൻ earthly touch. എന്താണ് ഇവിടെ വൾനറബിലിറ്റി? വൾനറബിലിറ്റി എന്നതിൻ്റെ ഒരു അർത്ഥം നമുക്ക് മേ ബി വി ക്യാൻ വാട്ട് വൾനറബിലിറ്റി ഈസ്, അല്ലെങ്കിൽ ഒരു മലയാള ഭാഷയിൽ ഒരു ദുർബലാവസ്ഥ,
അല്ലെങ്കിൽ നമുക്ക് കഴിയാതിരിക്കുന്ന, ഇന്നലെ നമ്മൾ വൈകിട്ട് കണ്ട ആ ഒരു തീം പ്രസൻറ്റേഷനകത്ത് നമ്മൾ കാണുന്നുണ്ട് വളരെ കഴിവുകളും വളരെ സാധ്യതകളും ഒക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ പല സാഹചര്യങ്ങളിൽ താൻ ആരെന്ന് തിരിച്ചറിയാതെയോ തനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു വലിയൊരു ദുർബല അവസ്ഥ, ദാറ്റ് ഇസ് എ വൾണറബിലിറ്റി. ഈ ഒരു വേദഭാഗത്തിൽ നമ്മൾ ഒരു മനുഷ്യനെ കാണുകയാണ്. ഒരു പക്ഷേ നമുക്ക് അദ്ദേഹത്തോട് സിമ്പതിയുണ്ട്, ബിക്കോസ് ഹി ഹാസ് നോട്ട് സീൻ ദ വേൾഡ്. ഹിസ് ലൈഫ് ഹാസ് ബീൻ ഡാർക്ക് ഫ്രം ദ ബിഗിനിങ്, ഫ്രം ദ ടൈം ഹി വാസ് ബോൺ. അങ്ങനെയെങ്കിൽ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു വ്യക്തിയെ, ഒരു പേഴ്സണെ നമ്മൾ കാണുന്നു. സോ വാട്ട് മേക്സ് ഹിസ് ലൈഫ് വൾണറബിൾ? ഒന്നാമത് നമുക്കറിയാം, ബിക്കോസ് ഹി കനോട്ട് സീ, ദാറ്റ് മേക്സ് ഹിം എ ഡെസ്റ്റിറ്റ്യൂട്ട്. അവന് കണ്ണ് കാണാൻ കഴിയാത്തത് കൊണ്ട്, അവന് അന്ധനായതുകൊണ്ട് അവൻ ഭിക്ഷ യാചിക്കേണ്ടി വന്നു എന്ന് നാം വായിക്കുന്നു. ഹി ബിക്കംസ് എ ബെഗർ, ബെഗിങ് ഓൺ ദ സ്ട്രീറ്റ്സ്. സോ ഇറ്റ് ഈസ് എ ഡിസബിലിറ്റി ഇൻഡ്യൂസ്ഡ് ഡെസ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത് നമ്മൾ കാണുന്ന ഒരു കാര്യം, അവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഈ സൗഖ്യം ആദ്യം ആരംഭിക്കുന്ന എവിടെയാണെന്ന് അറിയാമോ? അവിടെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദ്യം ചോദിക്കുക. എന്താണ് കർത്താവിനോട് ചോദ്യം ചോദിച്ചത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ചോദ്യം എന്തായിരുന്നു കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചത്? പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടപ്പോൾ എന്താണ്? കർത്താവേ, ഇവനാണോ, ഇവൻ്റെ അമ്മയപ്പന്മാരാണോ, ആര് പാപം ചെയ്തിട്ടാണ് ഇവൻ ഇങ്ങനെ കുരുടനായി ജനിച്ചത്? അപ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ഒരു ചോദ്യം, ഈ ഒരു ചർച്ചയ്ക്കുള്ളിൽ തന്നെ ഈ മനുഷ്യൻ ഒരു വസ്തുവായി മാറുകയാണ്. മറ്റുള്ളവർക്ക് ഒരു മനുഷ്യജീവിയാണ്, എന്നാൽ ശിഷ്യന്മാരെ സംബന്ധിച്ച് അതൊരു കാഴ്ച വസ്തുവാണ്. നിങ്ങൾക്കറിയാമോ, ഈ ആഫ്രിക്കയിൽ നിന്ന് പണ്ട് കാലത്ത് വെസ്റ്റേൺ ലോകത്ത് പരിചിതമല്ലാത്ത കറുത്ത തൊലിയുള്ള വെള്ളക്കാരുടെ ശരീരപ്രകൃതിയിൽ നിന്ന് വ്യത്യാസമുള്ള ആളുകളെ അവർ പ്രദർശന വസ്തുവായി അമേരിക്കയിലെ വിവിധ നഗരങ്ങളിൽ കൊണ്ട് കാണിക്കുമായിരുന്നു. ടിക്കറ്റ് വെച്ച്. ആരെയാണ് കാണിക്കുന്നത് അറിയാമോ? ഒരു മനുഷ്യനെയാണ് കാണിക്കുന്നത്. അവരെ സംബന്ധിച്ച് അങ്ങനെ അത്രമാത്രം അവരുടെ ത്വക്കിൻ്റെ നിറത്തിൽ നിന്ന് വ്യത്യാസമുള്ള, ശരീരത്തിൽ നിന്ന് വ്യത്യാസമുള്ള, ചുണ്ടുകളും തലമുടിയും വ്യത്യസ്തമായ മനുഷ്യജീവികളെ കാണുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ ഇന്ന് സൂവിൽ പോയി മൃഗങ്ങളെ കാണുന്നത് പോലെ കൗതുകത്തോടുകൂടെ കണ്ടവരാണ്. ശിഷ്യന്മാരെ സംബന്ധിച്ച് ഇവിടെ ഒരു മനുഷ്യനെ അവർ കൗതുകത്തോടുകൂടെ കാണുകയാണ്. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തെ അവൻ ഡീലെജിറ്റിമൈസ് ചെയ്യുകയാണ് ത്രൂ ഡിസ്കോഴ്സ്, അവരുടെ ചർച്ചയിൽ കൂടെ, അവരുടെ ചിന്തകൾ കൂടെ, വ്യവഹാരത്തിലൂടെ. മറ്റൊന്ന് നമ്മൾ കാണുന്നു, ഈ ചോദ്യം നമുക്കറിയാം, പല ചോദ്യങ്ങളുണ്ട്. നമ്മൾ വളരെ രസകരമായ ചോദ്യമുണ്ട്, അമ്മയെ തല്ലുന്നത് നിർത്തിയോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഏത് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, ഇവൻ്റെ അപ്പം മാതാപിതാക്കളുടെ ആണോ ഇവൻ്റെ ആണോ? അപ്പോൾ അതിനർത്ഥം ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപം കൊണ്ട് തന്നെയാണ് ഇവൻ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ബാഡ് തിയോളജി, ഡീഹ്യൂമനൈസിങ് ത്രൂ ബാഡ് തിയോളജി. അതുകൊണ്ട് നമ്മുടെ ദൈവശാസ്ത്ര കാഴ്ചപ്പാടുകൾ, ദൈവവചനത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ, ഇറ്റ് ക്യാൻ ബി ഹാംഫുൾ. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ യുദ്ധത്തെ സംബന്ധിച്ച് നമുക്കറിയാം, എത്രയോ പേരാണത് പ്രവചനത്തിൽ, വേദപുസ്തകത്തിൽ ഇത്രാമത്തെ വാക്യം അനുസരിച്ചാണ് ട്രംപ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നവരുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അപ്പോൾ ബാഡ് തിയോളജി ക്യാൻ ബി ഹാംഫുൾ എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ദീസ് ആർ സം ഓഫ് ദി കോൺടൂർസ് ഓഫ് വൾനറബിൾ ലൈഫ് എക്സ്പീരിയൻസസ്. പക്ഷേ അങ്ങനെയുള്ള ഒരു അനുഭവത്തെ യേശു എങ്ങനെയാണ്, ഹൗ ഡസ് ജീസസ് എൻഗേജസ്, ഹൗ ഡസ് ജീസസ് റെസ്പോണ്ട് ടു ദിസ് എക്സ്പീരിയൻസ് ഓഫ് വൾനറബിലിറ്റി? പെട്ടെന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാൽ അതിനെ ഒന്ന് വേർതിരിച്ച് മനസ്സിലാക്കുന്നു. യേശു ഈ മനുഷ്യനെ സൗഖ്യമാക്കുന്ന വളരെ വിചിത്രമായ രീതിയിലാണ്. ഇറ്റ് ഈസ് വെരി അൺകൺവെൻഷനൽ, ഇറ്റ് ഈസ് സോ ട്രബിൾസം. കർത്താവ് എന്ത് ചെയ്തു എന്ന് നമ്മളിപ്പോൾ വായിച്ചതാണ്. ഇതിനെ കണ്ടപ്പോൾ നിലത്ത് തുപ്പി, ചേറുണ്ടാക്കി, അതെടുത്ത് കണ്ണിൽ പുരട്ടി, അവനോട് കുറേ ദൂരെയുള്ള ഒരു ശിലോഹാം കുളത്തിൽ പോയി നടന്ന് കഴുകി
മടങ്ങി വരാൻ. എന്തായിരിക്കും ആ ഒരു സംഭവം? ദാറ്റ് പ്രോസസ് ഈസ് വെരി സ്ലോ, ഇറ്റ് ഈസ് വെരി മെസ്സി, ഇറ്റ്സ് ഡർട്ടി, ഇറ്റ് ഈസ് സ്വെറ്റി, ഇറ്റ് ഈസ് സ്മെല്ലി, ഇറ്റ് ഈസ് ഡസ്റ്റി, ഇറ്റ് ഈസ് ക്യാൻ ബി ഡിസ്ഗസ്റ്റിംഗ്. നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ യേശുവിന് ഒരുപക്ഷെ നമ്മൾ പറയാം പലപ്പോഴും ഒരു ഡിക്ലറേഷൻ, യു ആർ ഹീൽഡ് എന്ന് പറയുന്ന സമയമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ടെലിപ്പതി പറയുന്ന പോലെ ആ നിമിഷം തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു എന്ന് കർത്താവ് പറയുന്നു. പക്ഷേ ഇപ്പോഴെന്തിനാണ് കർത്താവ്, വൈ ഡസ് ഹി ടേക്ക് ദിസ് സച്ച് അൺകൺവെൻഷണൽ, സ്ലോ ആൻഡ് ട്രബിൾസം ദാറ്റ് ബിക്കംസ് എ പ്രോബ്ലം ഫോർ എവ്രി വൺ? Because it needs to be a healing that is embodied. It engages the ground, it engages the water, engages the networks of life. The healing resonates with the creation. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ പറ്റി. And the Lord God formed humankind. ആ വാക്ക്, ഹീബ്രു വാക്ക് നമ്മൾ പ്രിയപ്പെട്ട സജീവച്ചനാണ് അറിയാവുന്ന ആദാം. ഓഫ് ദ ഡസ്റ്റ് ഓഫ് ദ ഗ്രൗണ്ട് അദാമ. അപ്പോൾ ഈ മണ്ണിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ കരങ്ങൾ, പ്രിയമുള്ളവരെ, വീണ്ടും ആ മണ്ണിൽ ചേറുണ്ടാക്കുകയാണ്. സോ ഇറ്റ് ഈസ് എ റിപ്പീറ്റേഷൻ, again coming back of the original creation. A real grounded experience. Healing becomes a transgressing of the boundaries. നമ്മളൊക്കെ നിശ്ചയിച്ചു വെച്ച ശുദ്ധിയുടെയും അശുദ്ധിയുടെയും ഒക്കെ ബൗണ്ടറീസിനെയൊക്കെ ട്രാൻസ്ഗ്രസ് ചെയ്യുന്ന അനുഭവം. നമ്മുടെയൊക്കെ ജെൻസി ലൈഫിനെ പറ്റി ആരോ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് എ ഫ്രിക്ഷൻലെസ് ലൈഫ് ഓഫ് സ്വൈപ്പ്, സ്കിപ്പ് ആൻഡ് സ്ക്രോൾ. പക്ഷേ ഇവിടെ ഇറ്റ്സ് വെരി മച്ച് ഫ്രിക്ഷൻ ഹീലിംഗ് എന്ന് നമുക്ക് പറയാം. This healing is actually resilience. It generates new life. ഈ ഒരു വൾണറബിലിറ്റിയിൽ കിടക്കുന്ന ഡിസ്കോഴ്സിലൂടെ, അല്ലെങ്കിൽ വ്യവഹാരത്തിലൂടെ, ചിന്തകളിലൂടെ, തിയോളജിയിലൂടെയൊക്കെ വെറും ഒരു ഒബ്ജക്റ്റാക്കി മാറ്റപ്പെട്ട, വസ്തുവാക്കപ്പെട്ട ഒരു മനുഷ്യന് ഒരു പുതിയ ജീവിതം. ഇറ്റ് ഈസ് എ ക്രിയേഷൻ ഓഫ് എ ന്യൂ ജനറേഷൻ. രണ്ടാമതായി, it is a reclaiming dignity through God-given identity. ഒന്നാമത് നമ്മൾ പറഞ്ഞു responding to vulnerability through earthly touch. ഇവിടെ 8-9 വാക്യങ്ങളിൽ നാം കാണുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ ഇന്നലത്തെ ആ ഒരു തീം പ്രസൻറ്റേഷനിലും സുവനീറിലെ പല ആർട്ടിക്കിൾസിലുമൊക്കെ ഐഡൻറ്റിറ്റി ക്വസ്റ്റ്യൻ looms large for everyone, not just for Gen Z. പക്ഷേ അത് എപ്പോഴും എല്ലായ്പ്പോഴും നമ്മുടെ ഒരു പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ വേദഭാഗത്തിൽ നമ്മൾ കാണുന്ന ഒരു ഭയങ്കരമായ ഐഡൻറ്റിറ്റി ചലഞ്ച് കാണുന്നുണ്ട്? ഒന്നാമത് നമ്മൾ കാണുന്നു 8-9 വാക്യങ്ങളിൽ, അയൽക്കാരും അവനെ മുമ്പേ ഇരക്കുന്നവനായി കണ്ടവരും ഇവനല്ലയോ ഇവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ എന്ന് പറയുന്നു. അതിനുശേഷം അവൻ തന്നെ എന്ന് ചിലരും, അല്ല അവനെ പോലെ ഉള്ളവനെന്ന് മറ്റു ചിലരും പറഞ്ഞു. നമ്മളൊന്ന് ചിന്തിച്ചേ. അവൻ്റെ അയൽക്കാർ, അവനെ അറിയാവുന്നവർ, ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നവൻ, അവനെ ഉടനെ കണ്ട ശേഷം ശിലോഹാം കുളത്തിൽ പോയി ഒന്ന് കണ്ണ് കഴുകി മടങ്ങി വന്ന് കഴിയുമ്പോൾ അവൻ ആരെന്നുള്ള വലിയ ചർച്ച നടക്കുകയാണ്. ദേ ആർ നോട്ട് ഷുവർ. അപ്പം നമ്മുടെ പല നെറ്റ്വർക്കിംഗ് നമ്മുടെ ഒരു കീ വേർഡാണ്. നമ്മുടെ പല നെറ്റ്വർക്ക്സ് ക്യാൻ ബിക്കം സോ ഇൻസെൻസിറ്റീവ്. നമ്മൾ വിചാരിച്ചു, അയ്യോ നമ്മളെ പറ്റിയൊക്കെ അവർക്ക് വളരെ കാര്യമുണ്ടായിരുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ അവർക്കറിയാമായിരുന്നു, അല്ലെങ്കിൽ ഒരു പരിഗണന അല്പമെങ്കിലും അവർ തന്നിട്ടുണ്ട് എന്ന് ചിന്തിച്ചു. പക്ഷേ ഇവിടെ ഈ നെയ്ബേഴ്സ്, അയൽവക്കത്ത് താമസിച്ചവരാണ്, അപ്പനപ്പൂപ്പന്മാരെയൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ അവൻ ആരെന്ന് അവർക്കറിയുകയില്ല. രണ്ട് തരത്തിൽ പറയുകയാണ്, അവൻ ആണെന്നും അല്ലെന്നും പറയുകയാണ്. വാട്ട് ഹാപ്പൻസ് ത്രൂ ദാറ്റ്? അവൻ്റെ അസ്തിത്വം തന്നെ, അവൻ്റെ ആളത്വം അവിടെ ഇല്ലാതാക്കപ്പെടുകയാണ്. ഹി ലൂസസ് ഹിസ് ഡിഗ്നിറ്റി ബിക്കോസ് ഹീ ഈസ് ഡിനൈഡ് ആൻ ഐഡൻറ്റിറ്റി.
അവിടെ ഇരുന്നു ഒരുത്തൻ ഭിക്ഷയാചിച്ചു എന്നതിനപ്പുറത്തേക്ക് അവൻ ആരെന്നോ അവൻ്റെ വ്യക്തിത്വം എന്തെന്നോ തിരിച്ചറിയാൻ, അവൻ്റെ മുഖമോ അവൻ്റെ ശരീരമോ മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ദാറ്റ് ഈസ് എ ഡിനയൽ ഓഫ് ഐഡൻറ്റിറ്റി. അത് മാത്രമല്ല, മറ്റൊരു പ്രശ്നം, ഹിസ് ഐഡൻറ്റിറ്റി ഈസ് എ ഫിക്സ്ഡ് ഐഡൻറ്റിറ്റി. കാരണം വേദപുസ്തകത്തിൽ തന്നെ പറയുമ്പോൾ പല മനുഷ്യരെ പറ്റി പറയുന്നത് എങ്ങനെയാണ്, വിവരിക്കുന്നത് എങ്ങനെയാണ്? മുടന്തൻ, കുരുടൻ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അത് ശരിയാണോ? അത് നമ്മൾ റീതിങ്ക് ചെയ്യേണ്ടതാണ്. കാരണം അന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഘടനയോ ശരീരത്തിൻ്റെ വൈകല്യങ്ങളോ വ്യത്യസ്തതകളോ അതാണ് ആ മനുഷ്യൻ എന്ന് ചിന്തിച്ച ഒരനുഭവമാണ്. മുടന്തൻ, കുരുടൻ, ഫിക്സ്ഡ് ഐഡൻറ്റിറ്റിയാണ്. ഒരിക്കലും അതിൽ നിന്ന് മാറാനായിട്ട് കഴിയുകയില്ല. They can never think that a person can change and be transformed and be moved to a different identity. നമുക്കറിയാം, നമ്മുടെ ജാതി വ്യവസ്ഥ അങ്ങനെയായിരുന്നു. അതായത് ഏതെങ്കിലും ഒരു ജാതി അല്ലെങ്കിൽ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരു തൊഴിൽ ചെയ്യുന്ന മാതാപിതാക്കളുടെ മകനായി മകളായി പിറക്കുന്ന വ്യക്തി, അവൻ്റെ ജീവിതത്തിൽ ആ തൊഴിലിനപ്പുറത്തേക്കൊരു ചിന്തയില്ല. ഐഡൻറ്റിറ്റി ഈസ് ഓൾവേസ് ഫിക്സ്ഡ്. അതൊരിക്കലും ഫ്ലൂയിഡ് അല്ല എന്ന് ചിന്തിച്ച ഒരു മനുഷ്യർക്ക് അതാണ് അവരുടെ മുൻപിലുള്ള പ്രശ്നം. ഇതിൽ വളരെ മറ്റൊരു രസകരമായ കാര്യം കൂടെ പിന്നീടുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ കുരുടനായി അല്ലെങ്കിൽ ജന്മന അന്ധനായ മനുഷ്യൻ്റെ മാതാപിതാക്കളെ പരീശന്മാർ വിളിച്ചു ചോദിക്കുമ്പോൾ, കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ എന്നൊരു ചോദ്യം മാതാപിതാക്കളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പറഞ്ഞ ശേഷം മാതാപിതാക്കൾ പറയുന്നു, എന്നാൽ കണ്ണ് കാണുന്നത് എങ്ങനെ എന്ന് അറിയുന്നില്ല, അവൻ്റെ കണ്ണ് തുറന്നത് ആർ എന്നും അറിയുന്നില്ല. അപ്പോൾ ഈ മാതാപിതാക്കളെ സംബന്ധിച്ച് അവരും ഒരു ഐഡൻറ്റിറ്റി ഫ്രീസിലാണ്. കാരണം അവരെ സംബന്ധിച്ച് ഈ മനുഷ്യൻ്റെ സ്വന്തം മകൻ്റെ കാഴ്ച ലഭിച്ചതിനെ തിരിച്ചറിയാനോ അംഗീകരിക്കാനോ അഫേം ചെയ്യാനോ അവർക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെയൊക്കെ മാതാപിതാക്കൾ അവരെത്ര പ്രായമാണെങ്കിലും അവർക്ക് നമുക്ക് എന്താണല്ലേ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർ പറഞ്ഞു തരും. എല്ലാറ്റിനും മാതാപിതാക്കൾക്ക് അഭിപ്രായമുണ്ട്. ഇപ്പം നിങ്ങളുടെയും പ്രശ്നം അതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം അല്ലേ? ഞാൻ ഈ വാഴ 2 കണ്ട ചിലരൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും വാഴ 1 ഒന്നും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ള കാര്യം പറയാമല്ലോ. ഞാൻ അത്രയും ഇപ്പം ഞാൻ ജെൻ സി അല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു കക്ഷിയുടെ അപ്പൻ, അവൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി കഴിയുമ്പോഴത്തേന് അവനൊരു പ്രോജക്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം പറയുന്നുണ്ട്. പ്രോജക്റ്റ് ചെയ്യുന്ന ഉടനെ അപ്പനാണ് പറയുന്നത് ഇങ്ങനെ വേണം, ആ പ്രോജക്റ്റ് ഇങ്ങനെ വേണം. അപ്പോൾ എല്ലാറ്റിനെ പറ്റിയും അവനെപ്പറ്റി തന്നെ അപ്പൻ അറിയാം. അങ്ങനെയുള്ള അപ്പന്മാർ അന്നും ഇന്നും ഉള്ളപ്പോഴാണ് ഈ അപ്പനും അമ്മയും പറയുന്നത്, ഞങ്ങൾക്ക് അവൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. അല്ലെങ്കിൽ അവർ മനഃപൂർവ്വമായി ദി ലോക്ക് ദെംസെൽസ് ഇൻ എൻ ഐഡൻറ്റിറ്റി ഫ്രീസ്. These are the challenges that the person is experiencing regarding his identity. എന്നാൽ ഇവിടെ സംഭവിക്കുന്ന അതിശയകരമായ ഒരു അനുഭവമുണ്ട്. യോഹന്നാൻ്റെ പണ്ഡിതന്മാരത് എല്ലാവരും അംഗീകരിക്കുമെന്ന് അറിയത്തില്ല, പക്ഷേ ഇവിടെ ഒരു ചെറിയ വാക്ക് അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. ബട്ട് ദാറ്റ് വേർഡ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. എന്താണെന്നറിയാമോ? ഇവിടെ 9-ാമത്തെ വാക്യത്തിൽ അവൻ പറയുന്നു, അവസാനം ചിലർ പറഞ്ഞു അവനല്ല, മറ്റു ചിലർ പറഞ്ഞു അവനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ, ഞാൻ തന്നെ, ഐ ആം, അതിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എഗോ ഐ മീ. ഐ ആം, ഐ ആം. ഈഗോ എന്നുള്ള വാക്ക്, സെൽഫ് എന്നുള്ള വാക്കിൻ്റെ ആ ഒരു മൂലവാക്കാണ് എഗോ, ഈഗോ, ഐ മീൻ. ഈ വാക്ക് അവൻ്റെ വായിൽ നിന്ന് പുറത്തു വരികയാണ്. ഏറ്റവും അധികം ദുർബലനായ, എല്ലാവരും ചർച്ച ചെയ്ത, ഡീഹ്യൂമനൈസ് ചെയ്ത, ഒബ്ജക്റ്റിഫൈ ചെയ്ത ഒരു മനുഷ്യൻ്റെ വായിൽ നിന്ന് ദുർബലമായൊരു വാക്ക് വരുന്ന വാക്ക് എത്ര പവർഫുൾ ആണെന്നറിയാമോ? ഐ ആം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്കറിയാം, യേശു കർത്താവ് യേശുവിനെ പറ്റി തന്നെ പറയുന്ന വാക്കുകളാണ്
ഐ ആം എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് ഫില്ലപ്പ് ചെയ്യാമോ? എന്തെങ്കിലും എന്തൊക്കെ പറയുന്നുണ്ട്? കുറേ കാര്യങ്ങളെങ്കിലും. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. പിന്നെ ഐ ആം ദി ഗുഡ് ഷെപ്പേർഡ്. പിന്നെന്തുണ്ട്? നിങ്ങൾ ആ ഭാഗത്തിരിക്കുന്ന ആരെങ്കിലും പറയാമോ? ഐ ആം ദി ഡോർ ഓഫ് ദി ഷീപ്പ്. മറ്റെന്തെങ്കിലും ഉണ്ടല്ലോ? ഐ ആം ദ ട്രൂ വൈൻ, യു ആർ ദ ബ്രാഞ്ചസ്. ഐ ആം ദി ബ്രെഡ് ഓഫ് ലൈഫ്. അപ്പോൾ ഈ ഐ ആം ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ഇൻ ദി ഗോസ്പൽ ഓഫ് ജോൺ. കാര്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിശക്തമായി യേശു ആരെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് ഐ ആം എഗോ ഐ മീ. ആ വാക്കാണ് ഈ പാവം യേശുവിനെ ശരിക്കും ഒന്ന് കണ്ടിട്ടില്ലാത്ത ഈ മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്നത്. കാരണം അവൻ്റെ ഐഡന്റിറ്റി എല്ലാവരും ചേർന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ ചേർന്ന് അവൻ ആരാന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു ഐ ആം. റെസിസ്റ്റിംഗ് ഐഡന്റിറ്റി ഡെല്യൂഷൻസ്. പലപ്പോഴും നമ്മൾ ഇന്ന് ഹൗ ആർ വി ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് അവർ ഐഡന്റിറ്റി? ഒരു ചിന്തകൻ പറഞ്ഞിട്ടുള്ള 2-3 ആസ്പെക്ട്സ്. ഒന്ന്, ദി ഐഡന്റിറ്റി ഓഫ് ദ പ്രസന്റ് വേൾഡ് ക്യാൻ ബി എൻ അച്ചീവ്മെന്റ് ഐഡന്റിറ്റി. അതായത് when I achieve this, then I will be happy. Enlightenment എന്ന് പറയുന്ന അല്ലെങ്കിൽ ജ്ഞാനോദയം എന്ന് പറയുന്ന ഒരു വലിയ ലോകത്തിലെ പ്രസ്ഥാനം, ഒരു പ്രോജക്റ്റ്, അതിൻ്റെ അടിസ്ഥാനമൊക്കെ ഇട്ട ചിന്തകനായ റെനെ ദെക്കാർട്ട് 15ാം നൂറ്റാണ്ടിൽ അദ്ദേഹം 17ാം നൂറ്റാണ്ടിലാണെന്നു അദ്ദേഹം പറയുന്നു ഐ തിങ്ക് therefore I am എന്ന് പറയുന്നുണ്ട്. എൻ്റെ ചിന്താശക്തി കൊണ്ടാണ് ഞാനായിരിക്കുന്നത്. എൻ്റെ ചിന്ത കൊണ്ട് എനിക്ക് എല്ലാറ്റിനെയും മെരുക്കിയെടുക്കാം, ഈ ലോകത്തെ മെരുക്കാം, മനസ്സിലാക്കാം എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരുപക്ഷെ നാം ചിന്തിക്കുന്നത് ഐ അച്ചീവ് therefore I will be happy. മറ്റൊന്ന് അൽഗോറിതമിക് ഐഡന്റിറ്റി. അതായത് ഈ അൽഗോറിതംസിൽ കൂടെ നാം കണ്ടെത്തുന്ന അതിലെ ലൈക്കുകളും ഷെയറുകളും അത് നമ്മോട് സംവദിക്കുന്ന രീതിയിൽ നമ്മൾ കണ്ടെത്തുന്ന ഐഡന്റിറ്റി. ദെൻ ഇറ്റ് ക്യാൻ ബി എൻ അപ്രൂവൽ ഐഡന്റിറ്റി, ഫ്ലാറ്റൻഡ് ബൈ സോഷ്യൽ സെയിംനെസ്. എല്ലാവരും ഒരുപോലെ, ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നവർ ചെയ്യുന്നത് അതുപോലെ ചെയ്യാനായി. അപ്പോൾ ഒരു സെയിംനെസ്സിന് വേണ്ടിയുള്ള ഒരു താല്പര്യം, അതിൻ്റെ മധ്യത്തിലാണ് ദിസ് മാൻ സേസ് ഇറ്റ് ഈസ് എഗോ ഐ മീ. മൂന്നാമത് നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ ഏത് നമ്മൾ മനസ്സിലാക്കി, ദി ഐഡന്റിറ്റി റീക്ലെയിമിംഗ് ആണ് രണ്ടാമത്. മൂന്നാമത് ഇറ്റ് ഈസ് റിക്കഗ്നൈസിങ് ദി അതോറിറ്റി ഓഫ് ഗോഡ്. ഇവിടെ ഒരു സംഭവിക്കുന്നത് പെട്ടെന്ന് പറഞ്ഞു പോകാം. വാട്ട് ഈസ് എ റിയൽ പ്രോബ്ലം? അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് നിന്റെ ശരിക്കുള്ള പ്രശ്നം എന്താടാ എന്ന് ചോദിക്കുന്ന പോലെ, എന്തിനാണ് ഇവിടെ ഇത്രയും ഈ വിഷയം ഉണ്ടാക്കേണ്ട കാര്യം? ഒരു കണ്ണ് കാണാത്ത ഒരാളെ യേശു കർത്താവ് സൗഖ്യമാക്കി, കാര്യം കഴിഞ്ഞു, നല്ല കാര്യം, അവന് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. പക്ഷെ എന്താണ് ഇത്ര ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. കാരണം ഈ സൗഖ്യം അത് യഥാർത്ഥത്തിൽ അതോറിറ്റേറ്റീവാണ്, ലെജിറ്റിമേറ്റ് അല്ലെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ചിലരുണ്ട്. കാരണം ആ അതോറിറ്റി, ഏത് അധികാരത്തിൽ ആണ് ഈ സൗഖ്യം സംഭവിച്ചത് എന്നൊരു വലിയ ചോദ്യം. അതാണ് ഇവിടുത്തെ വലിയ പ്രശ്നം. അപ്പോൾ യേശുവിൻ്റെ അധികാരത്തിനെതിരായ പല അക്യൂസേഷൻസ് നമ്മളിവിടെ കാണുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, പരീശന്മാർ പറയുകയാണ് ഹി ഈസ് നോട്ട് ഫ്രം ഗോഡ്. മറ്റൊന്ന് പറയുന്നു ഹി ഡസൻറ്റ് ഒബ്സർവ് സാബത്ത്. ശബത്ത് അവൻ ആചരിക്കുന്നില്ല, അവനൊരു പാപിയാണ്. മറ്റൊന്ന് പറയുന്നു ഞങ്ങൾ മോശയുടെ അധികാരത്തിന് കീഴിലാണ്. വി ആർ ലെജിറ്റിമേറ്റ് custodians of the authority and the pedigree and lineage of Moses. മോസസ് ആണ് എല്ലാവർക്കും കൽപ്പനകൾ, ന്യായപ്രമാണം നൽകിയത്. അങ്ങനെയൊന്നുമില്ലാത്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് അവനൊരിക്കലും സൗഖ്യമാക്കാൻ കഴിയുകയില്ല. ഇനി അബദ്ധവശാൽ സൗഖ്യമായിട്ടുണ്ടെങ്കിൽ അത് റദ്ദ് ചെയ്യപ്പെടേണ്ടതാണ്. ഇറ്റ് ഹാസ് ടു ബി ക്യാൻസൽഡ്. എന്നാൽ അതിനിടയ്ക്ക് ചില റെസ്ക്യൂ എഫേർട്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഈ പാവം മനുഷ്യൻ, ദുർബലനായ മനുഷ്യൻ പറയുന്നുണ്ട് ഓ ഹി ഈസ് എ പ്രോഫറ്റ് എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഗോഡ് ഹാസ് ലിസൺഡ് ടു ദ പ്രെയർ ഓഫ് ജീസസ്. അവൻ്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ടായിരിക്കാം എനിക്ക് സൗഖ്യം ലഭിച്ചത്.
പിന്നീട് പറയുന്നുണ്ട്, ബിക്കോസ് ഹി ഹാസ് ഹീൽഡ് മീ, ദാറ്റ് മീൻസ് ഹി ഹാസ് ലെജിറ്റിമേറ്റ് അതോറിറ്റി. ദിസ് ഈസ് കണ്ടസ്റ്റിംഗ് ക്ലെയിംസ് ഫോർ അതോറിറ്റി. ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ആധിപത്യം, ആധികാരികത, അധികാരം സ്ഥാപിക്കേണ്ടത് ആരാണ് എന്നതിനെ പറ്റിയുള്ള വലിയ ചർച്ചകളാണ് നിരന്തരം നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. Whom should I give allegiance to? What is the real authority? Whether it's political authority or what kind of political authority? Gen Z-യുടെ കാലഘട്ടത്തിൽ there is a contest for authority. കാരണം നമ്മൾ വിചാരിക്കുന്ന, ഒരുപക്ഷെ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാ കാലത്തും, ഞങ്ങളുടെ കാലത്ത്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാലത്തും, നമ്മളെല്ലാം കൂട്ടുകാരെ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? ആരുടെയും കീഴിലാകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. വി ആർ നോട്ട് അണ്ടർ എനിവൺസ് അതോറിറ്റി. വി ഡു നോട്ട് പ്ലേ അക്കോർഡിംഗ് ടു റൂൾസ്. വി മേക്ക് ആർ റൂൾസ് എന്നൊക്കെ പറയാം. അതൊരു ഡെല്യൂഷനാണ്. ദാറ്റ് ഈസ് എ ഡെല്യൂഷൻ ദാറ്റ് വി ആർ നോട്ട് അണ്ടർ എനി അതോറിറ്റി. Because there's so much of invisible authority and invisible controls through the technologic. പലപ്പോഴും നമ്മളിന്ന് നമ്മുടെ ഇന്ന് ലോകത്തെ മുഴുവൻ, ഡിജിറ്റൽ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അനുഭവങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് അതിൻ്റെ അൽഗോറിതംസ് ആണ് അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ AI ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന്. പക്ഷേ അതിനെപ്പറ്റിയുള്ള പഠനങ്ങളിൽ വെളിവാകുന്നൊരു കാര്യം, നമ്മുടെയൊക്കെ സമൂഹത്തിലുള്ള അസമത്വങ്ങൾ, മുൻവിധികൾ, ധാരണകൾ, അതൊക്കെ വീണ്ടും ഇതിലൂടെ അറിഞ്ഞോ അറിയാതെയോ റീഇൻഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട്. വി കോൾ ഇറ്റ് ദി എക്കോ ചേംബർ ഇഫക്റ്റ്. കാരണം നമുക്ക് ഇഷ്ടമുള്ളത് വീണ്ടും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്യുന്നോ അതിൻ്റെ ഉള്ളടക്കം, കോണ്ടന്റ് എന്താണ്, അത് എങ്ങനെയാണ്, അതിൻ്റെ ഏത് തരത്തിൽ ലീൻ ചെയ്യുന്നതാണ്, അതനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങളെ ക്യൂറേറ്റ് ചെയ്യുന്ന ഒരു കൃത്രിമ നമ്മെ നിർമ്മിച്ചെടുത്ത് അതിനെ പോഷിപ്പിക്കുന്ന, നിരന്തരം ഫീഡ് ചെയ്യുന്നത് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് എക്കോ ചേംബർ. ആൻഡ് വി ലൈക്ക് ടു ലിസൺ ടു വാട്ട് വി ലൈക്ക് ടു ലിസൺ. പിന്നീട് നമ്മൾ കാണുന്നത് സംതിങ് കോൾഡ് സ്മാർട്ട് പവർ. പലപ്പോഴും വലിയ ഭരണാധികാരികളുടെ ശക്തിയേക്കാൾ നമ്മൾ അറിയാതെ നമ്മളോട് പല സജഷൻസ് നമുക്ക് ലഭിക്കുകയാണ്. ദിസ് ഈസ് നൈസ്, ദിസ് ഈസ് ഡിസൈറബിൾ, ദിസ് ഈസ് ദ വേ യു ഷുഡ് ബി, ദിസ് ഈസ് ഹൗ എവ്രി വൺ ഈസ് ഡൂയിങ്. ദിസ് ഈസ് കോൾഡ് എ സ്മാർട്ട് പവർ. നമുക്കൊരു ആസ്പിറേഷണൽ കാര്യമാണ്. ഇപ്പം നമുക്കറിയാം, ചില പരീക്ഷകളൊക്കെ ചിലർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ആ പരീക്ഷ ജയിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ അറിയാതെ there is many powers that is trying to take authority. The act of Jesus of healing subverts this technologic and human authority system. നമ്മുടെ ജീവിതത്തിലെ ഈ തരത്തിലുള്ള അധികാര ഘടനകളെ, അല്ലെങ്കിൽ അവിടെ യഹൂദ മത നേതാക്കന്മാരുടെയും സ്വാഭാവികമായി അവിടുത്തെ എല്ലാ സമൂഹത്തിലും നിലനിന്നിരുന്ന ആ അധികാര ഘടനകളുടെ ചിന്തകളെയും രീതികളെയും ഇവിടെ ഒന്ന് വ്യത്യസ്തപ്പെടുത്തിയാണ് കർത്താവ്. അവർ ചിന്തിച്ച രീതികളിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ നിൽക്കുകയാണെന്ന് നമുക്ക് തോന്നിയേക്കാം ഈ ഒരു കാര്യത്തിലെങ്കിലും. അതുകൊണ്ട് അവിടെ നാം യഥാർത്ഥമായ അതോറിറ്റി, ദി അതോറിറ്റി ഓഫ് ജീസസ്, ദാറ്റ് ഈസ് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. we have to come out of these delusions in the authority or autonomy delusions. നാലാമതായി, it is a retelling of the story of salvation. Retelling of the story of salvation. ഇവിടെ ഈ ഒരു മനുഷ്യൻ, അവന് സൗഖ്യം ലഭിച്ചു. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് ഈ സൗഖ്യം ഒരു പരമ്പരകൾ നിറഞ്ഞിരിക്കുന്ന ട്രയലുകളിലേക്ക് പോവുകയാണ്, വിചാരണകളിലേക്ക്, ഇൻറ്ററോഗേഷൻസ്. ആദ്യം ഈ സൗഖ്യം ലഭിച്ച മനുഷ്യനെ വിളിച്ച് ഇൻറ്ററോഗേറ്റ് ചെയ്യുന്നുണ്ട്. അവനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. വളരെ വിശദമായ ചോദ്യങ്ങൾ, ആഴത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പിന്നീട് അവൻ്റെ ഉത്തരം കിട്ടിയ ശേഷം നിനക്ക് പുറത്തു പോകാം. പിന്നീട് ചർച്ചയ്ക്ക് ശേഷം അവൻ്റെ മാതാപിതാക്കളെ വിളിക്കുന്നു, അവരെ ചോദ്യം ചെയ്യുന്നു. അവരോട് ചില ചോദ്യങ്ങൾ, അവർ വളരെ ഡിപ്ലോമാറ്റിക്കായ ചില ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. പിന്നീട് വീണ്ടും ഈ സൗഖ്യം ലഭിച്ച ആ മനുഷ്യനെ വിളിക്കുകയാണ്. സോ ദിസ് ഈസ് എ റിപ്പീറ്റഡ്
interrogation or trial that is happening. It is a faith on trial. ഈ സമയത്തൊക്കെ നാം കാണുന്ന ഒരു രസകരമായ കാര്യം, ജീസസ് ഈസ് ആബ്സെന്റ്. യേശു അവനെ സൗഖ്യമാക്കി, പിന്നീട് യേശുവിനെ കാണുന്നേ ഇല്ല ഈ ഒരു വേദഭാഗത്തിൽ, ഈ നാരറ്റീവിൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണേ, വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യത്തിന് അവിടെ തെണ്ടി ഒക്കെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അവൻ്റെ ജീവിതം ഒരു സൈഡാക്കി, കർത്താവിനോട്ട് കാണാനുമില്ല. വീണ്ടും വീണ്ടും വിളിച്ച് ഇവനെ ക്രൂരമായി അവനെ ചോദ്യം ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ കാണുന്നത്, ത്രൂ ദിസ് എക്സ്പീരിയൻസ് ഓഫ് ഇൻറ്ററോഗേഷൻ ആൻഡ് ട്രയൽ, ദിസ് മാൻ ഈസ് ക്യാരിയിങ് ദ ക്രോസ് ഓഫ് ജീസസ്. അതുമാത്രമല്ല, എങ്ങനെയാണത് സംഭവിക്കുന്നത്? ത്രൂ ഹിസ് എക്സ്പീരിയൻസ് ഓഫ് ക്രോസ്. ഓരോ ചോദ്യത്തിലും, ഓരോ ഇൻറ്ററോഗേഷനിലും a new layer of the identity, the personality of Jesus is being revealed. ഓരോ ഘട്ടത്തിലും തുടർന്നും യേശുവിനെ പറ്റി, യേശുവിൻ്റെ സൗഖ്യത്തെ പറ്റി, യേശുവിൻ്റെ അധികാരത്തെ പറ്റിയുള്ള പുതിയ കാഴ്ചപ്പാടുകൾ ഇതാ എമേർജ് ചെയ്യുകയാണ്. Each trial retells the event of salvation. ഈ വേദഭാഗം നമുക്കറിയാം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം എഴുതപ്പെടുന്നത് ഇതൊരു അല്പം ഒരു ഹിസ്റ്ററിയാണ്. നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ യഹൂദന്മാരും അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ ആരംഭിച്ച യേശുവിനെ മശിഹ, യഹൂദന്മാർ മശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ നസ്രായന യേശു ക്രിസ്തുവാണ്, ജീസസ് ഓഫ് നാസറത്ത് ഈസ് ദ മെസായ എന്ന് മനസ്സിലാക്കിയ, അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ട ആളുകളാണ്. അവരും എല്ലാവരും ഒരുമിച്ചാണ് സിനഗോഗിൽ ആരാധനയിൽ പങ്കുചേരുന്നത്. ഒരു സമൂഹം തന്നെയാണ്. പക്ഷേ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടി വന്നു. യേശുവിനെ ശപിക്കപ്പെട്ടവനെന്ന് പറയുന്ന ഒരു കൂട്ടരും, ജീസസ് ഈസ് ദ ലോർഡ്, ജീസസ് ഈസ് ദ മെസായ എന്ന് പറയുന്ന മറ്റൊരു കൂട്ടരും, ഇവർ തമ്മിലുള്ള ശക്തമായ വടംവലികൾ. നമ്മൾക്കറിയാം, മൈനോറിറ്റിയാണ് യേശുവിനെ അംഗീകരിക്കുന്നവർ. അവരെ അതിഭയങ്കരമായ വിചാരണയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ വിചാരണയ്ക്ക് ശേഷം, ഈ വിചാരണകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സഭയാണ്. അല്ലെങ്കിൽ നമുക്കറിയാം, മാർത്തോമാ സഭ ഒരു കാലത്ത് 1950കളിൽ ഒരു വലിയ പ്രതിസന്ധിയിൽ, വിചാരണകളിലൂടെ സഭയുടെ വിശ്വാസം ഡിഫൈൻ ചെയ്യേണ്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ മാർത്തോമാ മെത്രാപ്പോലിത്ത തിരുമേനി യൂഹാനോൻ തിരുമേനി കോടതി മുറിയിൽ, അദ്ദേഹം തിരുമേനി അവിടെ നിന്ന് ഒരു പ്രതിയായി, തിരുമേനിക്കെതിരെയായിരുന്നു ആ കേസ് ഉണ്ടായിരുന്നത്. അതിനെപ്പറ്റിയുള്ള വിശദമായ കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ തലക്കെട്ടത് ഫെയ്ത്ത് ഓൺ ട്രയൽ എന്നാണ്. ഈ യഹൂദ സമൂഹവും ക്രിസ്തു വിശ്വാസികളുടെ, മെസയാനിക് ക്രിസ്ത്യൻസ്, അവരും തമ്മിലുള്ള പ്രശ്നം വർദ്ധിച്ചു വന്നപ്പോൾ, these people who believed in Jesus were threatened to be expelled from the synagogue. അത് ഈ വേദഭാഗത്തിൽ, ഈ അധ്യായത്തിൽ 22ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. യഹൂദന്മാരെ ഭയപ്പെടുകൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്, അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളി ഭ്രഷ്ടനാകണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞുത്തിരുന്നു. They had decided whoever confesses that Jesus is Christ should be expelled from the Jewish community, from the Jewish synagogue. അപ്പോൾ അത്രമാത്രം ഒരു ക്രൈസിസ് മൊമെൻറ്റിലാണ് ഈ സുവിശേഷം എഴുതുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ അന്ധനായ മനുഷ്യൻ്റെ കഥ നമ്മൾ വായിക്കുമ്പോൾ, ആ കഥ എഴുതുന്നത് ആരും അവിടെ യേശു സൗഖ്യമാക്കിയപ്പോൾ ആരും അവിടെ ഒരു റിപ്പോർട്ടേഴ്സ് ഇങ്ങനെ വന്നു നിന്ന് എഴുതുന്നതല്ല. പതിറ്റാണ്ടുകൾക്ക് ശേഷം ക്രൈസ്തവ സഭ യേശുവിൻ്റെ സൗഖ്യത്തെപ്പറ്റി ധ്യാനിച്ച് അത് എഴുതുമ്പോൾ, ആ സഭയുടെ, ഇറ്റ് ഈസ് റിഫ്ലക്റ്റിംഗ് ദ ക്രൈസിസ് മൊമെന്റ്സ് ഓഫ് ദി ഏർലി ചേർച്ച്. അത് നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ നമ്മളിത് സെൻട്രൽ സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന പോലെ ലിറ്ററലായ ഒരു വായന മാത്രമാകും. അതുകൊണ്ട് ദിസ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ദി ക്രൈസിസ് മൊമെന്റ്സ് ഓഫ് ദി ചേർച്ച്. നമുക്കറിയാമോ, അന്ന് ഈ യഹൂദന്മാരുടെ മധ്യത്തിൽ സിനഗോഗിൽ ആരാണ് യേശുവിനെ
സ്നേഹിക്കുന്നവർ യേശുവിനെ അംഗീകരിക്കുന്നു അറിയാൻ വേണ്ടി അവർ ചെയ്ത അന്നുണ്ടായിരുന്ന ഒരു ബെനഡിക്ഷൻസ്, അവരുടെ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന അവർ എഴുതി ചേർത്ത്, 12th benediction. That benediction was against the heretics. അത് ഉദ്ദേശിച്ചത് ദി ഏർലി ബിലീവേഴ്സ് ഓഫ് ജീസസിനെയാണ്. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്, മേ നോ ഹോപ്പ് ബി ലെഫ്റ്റ് ടു ദി സ്ലാൻഡറേഴ്സ്, ബട്ട് മേ വിക്കഡ്നെസ് പെറിഷ് ആസ് ഇൻ എ മൊമെന്റ്, മേ ഓൾ ദൈൻ എനിമീസ് ബി സൂൺ കട്ട് ഓഫ്. ഇപ്പം നമ്മൾ വായിക്കുമ്പോൾ നമുക്കില്ല, പക്ഷേ അത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രാർത്ഥന ക്രിസ്തു വിശ്വാസികൾ പ്രാർത്ഥിക്കുകയില്ലായിരുന്നു. കാരണം അത് പ്രാർത്ഥിച്ചാൽ അത് യേശുവിനെതിരെയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു ഇത്. അങ്ങനെയാണ് അറിയുന്നത് ഹു ഓൾ വർ ബിലീവിങ് ഇൻ ജീസസ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ വേദഭാഗത്തിലൂടെയാണ് പുതിയ നിയമ ചിന്തകന്മാർ പോലും ഈ സിനഗോഗും ഏർലി ചർച്ചും തമ്മിലുള്ള ഒരു വലിയ ക്രൈസിസിനെ പറ്റി മനസ്സിലാക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് അവനെ പുറത്താക്കി എന്ന് എഴുതിയിട്ട് 34-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ദിസ് റിഫ്ലെക്ട്സ് എ ഫെയ്ത്ത് ഓൺ ട്രയൽ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ ദ റീടെല്ലിംഗ്, ഓരോ ട്രയൽ സമയത്തും യേശുവിനെ പറ്റി വീണ്ടും വീണ്ടും ഈ മനുഷ്യൻ പറയുകയാണ്. യേശുവിനെ കണ്ടിട്ടില്ല, ഒരിക്കലൊന്ന് അല്പം കണ്ടതേ ഉള്ളൂ, സംസാരിച്ചതേ ഉള്ളൂ. ഹി വാസ് ബ്ലൈൻഡ് അറ്റ് ദാറ്റ് ടൈം. പക്ഷേ ആ യേശുവിനെ പറ്റി ഓരോ ട്രയലിലും പുതിയ തരത്തിൽ പറയുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി റീടെല്ലിംഗ് ദ സ്റ്റോറി ഓഫ് സാൽവേഷൻ. ദാറ്റ് ഈസ് ലിറ്റർജി. നമ്മൾ പലപ്പോഴും ലിറ്റർജി എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ പുസ്തകം, അതിൽ കുറേ പ്രാർത്ഥനകൾ എഴുതി വെച്ചിരിക്കുന്നു. വാട്ട് ഈസ് ദാറ്റ്? അതൊരു വിശ്വാസ സമൂഹത്തിൻ്റെ, ഇറ്റ് ഈസ് എ കണ്ടൻസ്ഡ് ഫെയ്ത്ത് ഓഫ് ദ ഫെയ്ത്ത് കമ്മ്യൂണിറ്റി. വലിയ ക്രൈസിസിലൂടെ കാലഘട്ടങ്ങളിലൂടെ വന്നപ്പോൾ വിശ്വാസത്തെ തികവോടുകൂടെ ഊതിക്കഴിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ ലിറ്റർജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് reading something. It is not something that we have just written down using beautiful words. Mission and liturgy, പലപ്പോഴും നമ്മൾ ഇതിനെ രണ്ടാക്കാനായിട്ട് ശ്രമിക്കും. No, mission and liturgy is mutually reinforcing. ഓരോ ലിറ്റർജിയിൽ പങ്കെടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ രക്ഷയെ പറ്റിയുള്ള പുതിയ കാഴ്ചപ്പാട്, ദി ഇക്കോണമി ഓഫ് സാൽവേഷൻ എന്നാണ് പറയുന്നത്. രക്ഷയെ പറ്റിയുള്ള റീടെല്ലിംഗ് ആണ്. വിശുദ്ധ കുർബാന ലിറ്റർജി എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ആദ്യം മുതൽ ദൈവത്തിൻ്റെ രക്ഷണീയ പ്രവർത്തനത്തെ നമ്മൾ വീണ്ടും വീണ്ടും പറയുകയാണ്. നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ പരിചിതമായ ഒരു പഴയ പുസ്തകമാണല്ലോ, C.S. ലൂയിസിൻ്റെ ദ സ്ക്രൂ ടേപ്പ് ലെറ്റേഴ്സ്. ഈ ഡെവിൾ ക്രിസ്ത്യാനിയോട് വന്ന് പറയുന്നൊരു കാര്യമാണ്. ഞായറാഴ്ച നീ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ പറയുന്നത്, ചെവിയിൽ ഓതുകയാണ്, ഓ ഇറ്റ്സ് എ സെയിം ഓൾഡ് തിങ്, ദർ ഇസ് നത്തിങ് ന്യൂ, നോ യു കനോട്ട് ഗെറ്റ് എനിത്തിങ് മോർ ഔട്ട് ഓഫ് ഇറ്റ്, നോ വി ആർ ജസ്റ്റ് റിപ്പീറ്റിംഗ് ഇറ്റ്. അല്ല പ്രിയമുള്ളവരെ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് 3 പ്രാവശ്യം പറയുമ്പോൾ ഈച്ച് 3 chantings are different. അതിൻ്റെ ട്യൂൺ ഡിഫറെൻ്റ് ആയെന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് റെവലേഷൻ ഓഫ് ദ ഹോളിനെസ് ഓഫ് ഗോഡ്. ഈ ട്രയലിലൂടെ മുൻപോട്ട് പോകുമ്പോൾ എവറി ന്യൂ ട്രയൽ becomes a new revelation of a different layer of who Jesus is. It becomes a practice in resilience. അവനെ ഇല്ലാതാക്കി തീർക്കാൻ ശ്രമിക്കുന്ന യഹൂദ മത നേതാക്കന്മാരോട് ചെറുത്ത് നിൽക്കാൻ, അതിജീവിക്കാൻ. It is a survival. Liturgy is something of a survival event. തകർന്നടിഞ്ഞു പോകുന്ന സഭയെ പിടിച്ചു നിർത്തുന്ന, ഉറപ്പിച്ചു നിർത്തുന്ന, ബലപ്പെടുത്തുന്ന, ദൗത്യത്തിനായി സജ്ജരാക്കുന്ന മടങ്ങിവരവാണ്. അതുകൊണ്ട് ഈ ക്രോസ് ആൻഡ് ലിറ്റർജി ഈസ് സോ ക്ലോസ്. അഭിവന്യ ബർന്നബാസ് സഫറിൻ മെത്രാപ്പൊലീത്ത തിരുമേനി 2 ആഴ്ചകൾക്ക് മുമ്പ് കോട്ടയത്ത് യെരുശലേം മാർത്തോമാ ഇടവകയുടെ 125-ാം വാർഷികത്തിൽ, അതിൻ്റെ സമാപന സമ്മേളനത്തിൽ നൽകിയ ഒരു പ്രസംഗത്തിലെ ശ്രദ്ധേയമായ ചില വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്ര വില്ലേജ് മിനിസ്ട്രീസ് എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനത്തിൽ തിരുമേനി വളരെ അത് നേതൃത്വം നൽകിയതാണ്. ആ സമയത്ത് വില്ലേജിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോയ മിഷണറി, അതിൻ്റെ ലീഡർഷിപ്പ് കൊടുത്ത, എനിക്ക് തോന്നുന്നു ഒരു മിസ് മോളി എന്ന് തോന്നുന്നു, അവിടെ
മഹാരാഷ്ട്ര വില്ലേജുകളിൽ യേശുവിൻ്റെ സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് പോകുമ്പോൾ ഒത്തിരി പ്രതിസന്ധികളുണ്ടായി, എതിർപ്പുകളുണ്ടായി. അപ്പോൾ തിരുമേനി അവരോട് ക്ഷമയാചിച്ചു. നിങ്ങളെ ഈ ഒരു ചുമതലയൊക്കെ ഏൽപ്പിച്ചപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടാവുമെന്നൊന്നും വിചാരിച്ചില്ല എന്ന്. അപ്പോൾ ആ വ്യക്തി തിരുമേനിയോട് പറഞ്ഞ വാക്ക്, തിരുമേനി, ഇറ്റ് ഇസ് നത്തിങ് ന്യൂ. Why should you be so much disturbed by it? It has been there from the very early days, from the early church. That is because that people have been energized by the liturgy of the church. ആദിമസഭ മുതലുള്ള ഒരു നീണ്ട ഒരു ശൃംഖലയുടെ ഭാഗമാണ് പ്രിയമുള്ള എൻ്റെ കൂട്ടുകാരെ നാം ഓരോരുത്തരും. ഇവിടെ ഇരിക്കുന്ന സഭാപിതാക്കന്മാരും നാം ഏവരും, we are all chains of this long line of faith. ഞാൻ 2001 ഗുജറാത്തിൽ അവിടെ ശുശ്രൂഷയ്ക്കായിട്ട് പോകുമ്പോൾ ഭൂകമ്പത്തിൽ തകർന്നു പോയ ഇടവകളിലേക്കാണ് അവിടെ നിയോഗിച്ചത്. 2001 ജനുവരി 26 ഒരു വലിയ ഭൂകമ്പത്തിൻ്റെ അവിടെ 10,000-കണക്കിന് ജീവനുകളാണ് നഷ്ടപ്പെട്ടു പോയത്. നമ്മുടെ 2 പള്ളികൾ തകർന്നു. നമ്മുടെ ഒരു കുടുംബം മുഴുവൻ, ആ കുടുംബത്തിലെ 4 പേർ മരണമടഞ്ഞു. 40-50 പേരുടെ വീടുകൾ മുഴുവൻ തകർന്നു പോയി. അവിടേക്ക് അന്ന് ഫെലിക്സിനോസ് തിരുമേനിയാണ് അവിടെ ഭദ്രാസന എപ്പിസ്കോപ്പ തിരുമേനി. 3 വർഷമായതേ ഉള്ളൂ പട്ടം കിട്ടിയിട്ട്. അവിടേക്ക് പോകാൻ ആദ്യം നിശ്ചയിച്ചിരുന്ന പട്ടക്കാരൻ അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അറിയപ്പോഴാണ് തിരുമേനി, ഞാൻ പോകുന്നതിൻ്റെ ഒരു 10 ദിവസം മുൻപാണ് വിളിച്ച് ഇന്ന സ്ഥലത്തേക്ക് ഗാന്ധിധാമിലേക്ക് പോകാമോ, ഭുജിലേക്ക് പോകാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് വളരെ ചെറിയ കുടുംബമാണ്. മോന്, ഞങ്ങളുടെ ഒരു കുഞ്ഞിന് 1 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പക്ഷേ അന്ന് എന്തെന്നറിയാതെ ഞങ്ങൾ അവിടെ പോയി. പക്ഷേ തിരുമേനിയുടെ വലിയൊരു സപ്പോർട്ട്, ആ ഭൂകമ്പത്തിൻ്റെ തുടക്കം മുതൽ അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി തിരുമേനിയുടെ സാന്നിധ്യം, കരുതലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്ന അതിനെ പറ്റിയല്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ സഭാംഗങ്ങളുടെ കാഴ്ചപ്പാടുകൾ എത്ര വലുതാണ്. തിരുമേനി ജൂൺ മാസത്തിൽ, ഞാനിപ്പോഴും ഓർക്കുക, ഡേറ്റ് ഇപ്പോഴും ഓർക്കുകയാണ്, 2001 ജൂൺ മാസം 23 ഗാന്ധിധാമിൽ എത്തിച്ചേർന്നു. വന്നത് അവിടെ നിന്ന് 60 കിലോമീറ്റർ ദൂരെയുള്ള ഭുജ് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ നമുക്കൊരു ചെറിയ ദൈവാലയമുണ്ട്. അവിടെ ഒരു വില്ലേജ്, ഗുജറാത്തി വില്ലേജിൻ്റെ റീഹാബിലിറ്റേഷന് തറക്കല്ലിടാനായിട്ടാണ് വന്നത്. നമ്മൾ വിചാരിക്കുക, ഗാന്ധിധാം, ഭുജ് എന്ന ഇടവുകളിൽ അവർക്കുണ്ടായിരുന്ന സ്വന്തം ഭവനങ്ങൾ മുഴുവൻ തകർന്ന് അടിഞ്ഞ് കിടക്കുന്ന കുടുംബങ്ങൾ, എല്ലാവരും ആഘോഷത്തോടെ, പലരും ഞാൻ ചെല്ലുമ്പോൾ ടാർപാളിൻ ഷെഡുകളിലാണ് താമസിക്കുന്നത്. മനോഹരമായൊരു ദൈവാലയം നിർമ്മിച്ച് 60-ാം ദിവസത്തിൽ തകർന്നു പോയപ്പോൾ അതിന് തൊട്ടടുത്ത് ടിൻ ഷെഡിലാണ് വിശുദ്ധ കുർബാന നടക്കുന്നത്. അവിടെ കുർബാന അനുഷ്ഠിച്ച ശേഷം ഉച്ച കഴിഞ്ഞ് എല്ലാവരും ദൂരെയുള്ള മരുഭൂമിയുള്ള പ്രദേശത്തൂടെ സഞ്ചരിക്കുകയാണ് സന്തോഷത്തോടെ. ഗുജറാത്തികളായ ഒരു വില്ലേജിൽ 100 വീടുകൾ മാർത്തോമാ സഭയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുവാൻ ആരംഭിക്കുകയാണ്. അതാണ് അവർ ചർച്ച്. സ്വന്തം ഭവനം തകർന്നു കിടക്കുമ്പോൾ അവരുടെ ഭവനത്തിന് വേണ്ടി sharing in the vulnerability of the other. പ്രിയമുള്ളവരെ, this church is so different. This is the liturgy that has strengthened us. എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഒരു കാര്യങ്ങളല്ല. It is a retelling of the story of salvation. 1 വർഷത്തിന് ശേഷം ആ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് അന്ന് ക്രിസോസ്റ്റം തിരുമേനിയും ബർന്നബാസ് തിരുമേനിയും ഫെലിക്സിനോസ് തിരുമേനിയും അവിടെ എത്തിയത് ഓർക്കുകയാണ്. സ്കറിയ ജോണച്ചനാണ് അതിന് നേതൃത്വം നൽകിയത്. ഞാൻ പറഞ്ഞു വന്നത്, this is just one example. Vulnerability അല്ലെങ്കിൽ liturgy becomes the expression of a resilient faith. ഒരു വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. Realizing Jesus as the Son of God. ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു, the absence of Jesus is so mysterious. ഒരു മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ മുൻപോട്ട് പോകുമ്പോൾ, ഇന്നലത്തെ കഥയിലെ ആ യുവാവ് പലരെയും വിളിക്കുമ്പോൾ ചിലരൊക്കെ
ഫോൺ എടുക്കുന്നില്ല, ചില തിരക്കിലാണ്. കർത്താവാണെങ്കിൽ കാണുന്നേ ഇല്ല. കർത്താവിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അല്ലേ? ഇഷ്ടമുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോൾ അവിടുന്ന് മാറിക്കറിയുക. ലാസറിൻ്റെ വയ്യാതായി കിടന്നപ്പം അന്നേരം സ്കൂട്ടായി കറക്റ്റായിട്ട് അല്ലേ? പക്ഷേ ഇവിടെ കർത്താവ് ആദ്യം പറയുന്നൊരു കാര്യമുണ്ട്. യേശു പറയുന്നുണ്ട്, ദൈവ മഹത്വം വെളിവാകണം. അതെങ്ങനെയാണ് വെളിവാകുന്നത്? ഇറ്റ് ഈസ് ത്രൂ ബീയിങ് ദ വേൾഡ് റിയലൈസിങ് ഹൂ ജീസസ് ഈസ്. ആദ്യമൊക്കെ പറയുന്നവൻ ആരെന്ന് ഞാൻ അറിയുന്നില്ല. പിന്നീട് മുമ്പോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട് അവനൊരു പ്രവാചകനാണ്. 17-ാം വാക്യത്തിൽ 33-ാം വാക്യമാകുമ്പോൾ പറയുന്നുണ്ട് വൺ ഹൂ കെയിം ഫ്രം ഗോഡ്. ആദ്യം അറിയുന്നില്ല, പിന്നെ ഹി വാസ് എ ഹീലർ. അപ്പോൾ ഇറ്റ് ഈസ് എ പ്രോഗ്രസീവ് റെവലേഷൻ ഓഫ് ഹൂ ജീസസ് ഈസ്. അവസാനം നമ്മൾ കാണുന്നു 38-ാമത്തെ വാക്യത്തിൽ ഹി റിയലൈസസ് ജീസസ് ഈസ് എ സൺ ഓഫ് ഗോഡ്. യേശു ദൈവപുത്രൻ എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം, ദ മൊമെന്റ് ഓഫ് റിയലൈസേഷൻ, ആൻഡ് ഹി വേർഷിപ്സ് ഹിം എന്ന് പറയുകയാണ്. ജെൻ സി ഈസ് someone who ultimately realizes who Jesus really is, that Jesus is the Christ. അത് അന്നത്തെ കാലത്ത് വലിയ പ്രശ്നമാണ്. ബിക്കോസ് there was another Christ there. His name was Augustus Caesar. So everyone said, okay, Augustus Caesar said, I am the Christ, I am God എന്ന് പറയുമ്പോഴാണ് ഇവിടെ ഈ ചെറിയ സമൂഹം, that small vulnerable community, in resilient faith, they declare, Jesus is Christ, the anointed, the Son of God. പ്രിയമുള്ളവരെ, നമ്മൾ 5 കൊച്ചു കാര്യങ്ങളാണ് ചിന്തിച്ചത്. ഞാൻ പറഞ്ഞു, it was how we read the text, how we partake in the movement of the text, how we share in the agony of the community that build the text. And today, we are the community that interprets the text. നമുക്കറിയത്തില്ല, നമ്മുടെ വേദപുസ്തകൻ്റെ ഈ ഒരു വേദപഠനത്തിന് കൊടുത്തിരിക്കുന്ന പേര് മന്ന മൊമെൻറ്റ്സ് എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മെയിൻ സ്പീക്കറായ ആൽവിൻ സാറ് താരകയ്ക്കകത്ത് ജെൻസിയെ പറ്റി എഴുതിയ രസകരമായ കാര്യം. സാറിൻ്റെ ക്ലാസ്സിൽ മന്ന എന്ന് പറഞ്ഞപ്പോൾ വേദപുസ്തകം നല്ലതായിട്ട് അറിയാവുന്ന ഒരു പെൺകുട്ടി പറഞ്ഞു ഒരു പക്ഷിയുടെ പേരാണെന്ന് ആണ് അവൾ ചിന്തിച്ചത്. വേദപുസ്തകം അരച്ച് കലക്കി പഠിച്ചിട്ടുള്ളതാണ്. ബട്ട് ഷീ തോട്ട് മന്ന ഈസ് എ ബേർഡ്സ് നെയിം. നമ്മുടെയൊക്കെ ലൈഫ് അങ്ങനെയാണ്. പക്ഷേ ദിസ് ഈസ് എ ടൈം വേ റിയലൈസ് ഹൂ ക്രൈസ്റ്റ് ഈസ്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് let us focus on our life, നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ, when we understand, realize who Jesus is. In Christ alone my hope is found. He is my light, my strength, my song, this cornerstone, this solid ground, firm through the fiercest drought and storm. What heights of love, what depths of peace, when fears are stilled, when striving cease. My comforter, my all in all, here in the love of Christ I stand. My comforter, my all in all, here in the love of Christ I stand.